നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും ആദ്യം എൻ്റെ അനുഭവത്തിൽ ഞാൻ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലും ഞാൻ നിൽക്കുന്ന കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ കാരണം പാരമ്പര്യമോ അതല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ ഒന്നുമല്ല. ജീവിതശൈലി വിശിഷ്യ ഭക്ഷണമാണ്. എണ്ണമെഴുക്കുള്ള പൊരിച്ചതും കരിച്ചതും കൊളസ്ട്രോൾ കൂട്ടുന്നതുമായിട്ടുള്ള ഭക്ഷണം. നമ്മൾ വൈകുന്നേരം ഈ സ്നാക്ക് പരിപാടി ഉണ്ട്. എണ്ണ വില കൂടിയാലും എണ്ണക്കടിക്ക് വില കൂടൂല. എന്താ കാരണം? പൊരിച്ച എണ്ണയിൽ തന്നെ പിന്നെയും പൊരിച്ചെടുക്കുക. ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, കളർ ഫുഡ്, പഞ്ചസാര അമിതമായിട്ടുള്ള ഫുഡ്, പ്രോസസ്ഡ് മീറ്റ്, അതുപോലെ തന്നെ തവിട് കളഞ്ഞിട്ടുള്ള അരി, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ, റെഡ് മീറ്റുകൾ, പോർക്ക്, പന്നി, ബീഫ്, അതുപോലെ തന്നെ കൂന്തൾ, കടുക്ക, ചെമ്മീൻ, അതുപോലെ തന്നെ ഞണ്ട്, ഇതൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത്. ഭക്ഷണത്തിൽ സമയമില്ലാതെ വാരി വലിച്ച് അമിതമായിട്ട് കൊഴുപ്പടങ്ങിയിട്ടുള്ള പഞ്ചസാര അടങ്ങിയിട്ടുള്ളവ കഴിക്കുന്നത്. ഇതൊക്കെയാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വിഘാതമാകുന്ന ഭക്ഷണശീലങ്ങൾ. ഇത്തരത്തിലുള്ള വറുത്ത ഭക്ഷണങ്ങൾ ഹൃദയത്തിന് എത്രത്തോളം അപകടകരമാണ്? നമ്മൾ എണ്ണയിൽ വറുക്കുമ്പോൾ അവിടെ ട്രാൻസ് ഫാറ്റ് രൂപീകരിക്കും. ഈ ട്രാൻസ് ഫാറ്റ് പോയിട്ട് ഹൃദയത്തിലേക്ക് രക്തം സപ്ലൈ ചെയ്യുന്ന ധമനികളുടെ ഭിത്തിയിലടിയും. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബ്ലോക്ക് രൂപപ്പെടും. അങ്ങനെ രക്ത ഓട്ടം ഇല്ലാതെയായി ഹാർട്ട് അറ്റാക്ക് വരാൻ വളരെയേറെ സാധ്യത ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ പൊരിച്ച ഭക്ഷണങ്ങളാണ്. അതിനാൽ തന്നെ എണ്ണമെഴുക്കുള്ളത് എണ്ണയിൽ പൊരിച്ച ഭക്ഷണം പരമാവധി ഒഴിവാക്കുകയാണ് വേണ്ടത്. അതുപോലെ ഡോക്ടറെ, പഞ്ചസാരയും അതേപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ എത്രത്തോളം അപകടകരമാണ്? പഞ്ചസാര കൂടുതൽ എടുക്കുമ്പോൾ ശരീരത്തിൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നു, കൊഴുപ്പടിയാനുള്ള സാധ്യത കൂടുന്നു, BP അതുപോലെ തന്നെ ഹൃദ്രോഗ സാധ്യത കൂടുന്നു. അങ്ങനെ ധമനികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത പഞ്ചസാരയും പ്രോസസ്ഡ് ഫുഡും കഴിക്കുന്നവരിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ് മീറ്റ്, പ്രോസസ്ഡ് മീറ്റ് എന്നിവയൊക്കെ ഹൃദയത്തെ എത്രത്തോളം നശിപ്പിക്കുന്നുണ്ട്? ഇവയിലൊക്കെ ധാരാളമായിട്ട് സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് ബ്ലോക്ക് ഉണ്ടാവാനും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് കൂടുതൽ നൈട്രേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. അങ്ങനെ ഹൃദ്രോഗ സാധ്യതയും ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യതയും ഇവ വളരെയേറെ വർദ്ധിപ്പിക്കും. ഈ ബേക്കറി ഐറ്റംസ് ഹൃദയത്തെയും അതുപോലെ കൊളസ്ട്രോളിനെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? ബേക്കറി ഐറ്റംസിൽ ട്രാൻസ് ഫാറ്റ് കൂടുതലാണ്. കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലൊരു പലഹാരം ഉണ്ടാക്കി അടുത്ത ദിവസമായിട്ട് കേടുവരും. ഒരു ബേക്കറിയിൽ നിങ്ങൾ നോക്കുകൊണ്ടു എത്ര ദിവസമാണ് അത് കേടുവരാതിരിക്കുന്നത്. അത്തരത്തിൽ കേടുവരാതിരിക്കാൻ വേണ്ടി ചേർത്തുന്ന ട്രാൻസ് ഫാറ്റും അതിലുള്ള പഞ്ചസാരകളും മൈദയുമെല്ലാം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കും. അത് വീണ്ടും രക്തത്തിൽ പോയി അടിഞ്ഞ് രക്തക്കുഴലിൽ പോയി അടിഞ്ഞിട്ട് ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ ബാധിച്ച് അത് രോഗിയാക്കി ഹാർട്ട് അറ്റാക്കിലേക്ക് വരെ നയിക്കാൻ ഇത്തരം ഭക്ഷണങ്ങൾ കാരണമാവും. ഈ അപകടകരമായിട്ടുള്ള പാചക എണ്ണകൾ ഏതൊക്കെയാണ്? അതിന് ഒറ്റ വാക്കിൽ പറയുന്നത്, ഏത് എണ്ണ എന്ന് പറയുന്നതിലേറെ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നതാണ് അപകടം. നമ്മൾ പല ഹോട്ടലുകളിലും പോയാൽ അറിയാം, എണ്ണ കറുത്ത് കരിയോയിലിൻ്റെ അതേ നിറത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ പാം ഓയിൽ പോലെയുള്ള ഏറ്റവും വില കുറഞ്ഞ എണ്ണകൾ അത് വീണ്ടും ഉപയോഗിക്കുന്നതാണ് അപകടത്തിന് കാരണമാവുന്നത്. എന്നാൽ ശുദ്ധമായ വെളിച്ചെണ്ണ, കടുകെണ്ണ, അതുപോലെ തന്നെ ഒലീവ് ഓയിൽ, സൺഫ്ലവർ ഇവയൊക്കെ താരതമ്യേന അപകടം കുറവാണ്. പാം ഓയിൽ പോലെയുള്ളവയ്ക്കാണ് കൂടുതലായിട്ട് അപകടം കാണിക്കുന്നത്. നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നമ്മൾ എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നുണ്ട്? ഹാർട്ട് അറ്റാക്ക് നമ്മുടെ നാട്ടിൽ എത്ര കൂടി എന്നറിയാൻ, എന്ന് മുതലാണ് അത് കൂടിയത്, എന്ന് മുതലാണ് നമ്മളുടെ നാട്ടിൽ ഫാസ്റ്റ് ഫുഡ് വന്നു തുടങ്ങിയത് എന്ന് നോക്കിയാൽ മതി. ഫാസ്റ്റ് ഫുഡ് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത 2 അല്ലെങ്കിൽ 3 മടങ്ങ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിലുള്ള മൈദ, ട്രാൻസ് ഫാറ്റ്, സോഡിയം, ഷുഗർ ഇവയൊക്കെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ ബാധിച്ച് കൊളസ്ട്രോൾ അടിഞ്ഞ് അത് രക്തധമനികളിൽ പ്രശ്നം ഉണ്ടാക്കി ഹാർട്ട് അറ്റാക്കിലേക്കുള്ള സാധ്യത വളരെയേറെ വർദ്ധിപ്പിക്കുന്ന സംഗതികളാണ്. ഈ ഉപ്പിൻ്റെ അളവ് കൂടുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുന്നു? ഉപ്പ് ഹാർട്ട് അറ്റാക്കിന് കാരണമാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അളവ് ഒരു ദിവസം 5 ഗ്രാമിൽ കൂടുതൽ എടുക്കുന്നത് തീർച്ചയായും അപകടകരമാണ്. പണ്ടൊക്കെ നമ്മൾ ആദ്യം ഉപ്പ്, ഉണക്കമീൻ, അച്ചാർ എന്ന് പറഞ്ഞിരുന്നിടത്ത്
ഇപ്പോൾ ഉപ്പിനേക്കാൾ ജങ്ക് ഫുഡുകൾ വന്നതുകൊണ്ടാണ് ഉപ്പിനെ ആദ്യം പറയാത്തത്. അതിനർത്ഥം ഉപ്പ് പ്രശ്നക്കാരനല്ല എന്നല്ല. ഉപ്പ് ബി പി കൂട്ടാൻ കാരണമാവും. അങ്ങനെ ബി പി കൂടിക്കഴിഞ്ഞാൽ ഹൃദ്രോഗം കൂടാൻ കാരണമാവും. അങ്ങനെയുള്ള ഹൃദ്രോഗങ്ങൾ ഈ ഹാർട്ട് അറ്റാക്കിനേക്ക് വളരെയേറെ കാരണമാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് നമുക്ക് കഴിയുന്നത്ര നിയന്ത്രിക്കുക എന്നാണ് ഓരോരുത്തരോടും പറയാനുള്ളത്. ഈ ചായ കാപ്പി അതുപോലുള്ള ശീലങ്ങളൊക്കെ ഇന്ന് കൂടി വരികയാണ്, അതുപോലെ ശീതളപാനീയങ്ങളും. അപ്പോൾ അതൊക്കെ ഇതിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ടോ? കാപ്പി, അതിലെ കഫീന് ഹാർട്ടിൻ്റെ ബി പി കൂട്ടുന്നത് കൊണ്ട് നമുക്കൊരു ഉന്മേഷം കിട്ടും. പക്ഷേ അത് ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് ഇത്തരത്തിൽ ബി പി കൂട്ടുമ്പോൾ ദോഷകരമായിട്ടാണ് ബാധിക്കുക. ആങ്സൈറ്റിനെ ഇൻഡ്യൂസ് ചെയ്യാൻ അത് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഷുഗർ, ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഷുഗർ ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ പരമാവധി കളർ ഉപയോഗിക്കുന്നുണ്ട്, സ്വീറ്റ്നർ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ ഷുഗർ ആയതുകൊണ്ടും കൊളസ്ട്രോളിനെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടും അതോടൊപ്പം തന്നെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടാൻ സാധ്യത ഉള്ളത് കൊണ്ടും ഹാർട്ട് അറ്റാക്കിന് വളരെയേറെ സാധ്യത നൽകുന്ന സാധനങ്ങളാണ്. ഡോക്ടറെ, ഹൃദയത്തിന് ദോഷകരമായിട്ടുള്ള ജീവിതശൈലികൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യായാമമില്ലായ്മ എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് സൗകര്യങ്ങളൊക്കെ കൂടിയത് കാരണത്താൽ എവിടേക്കും നടന്നു പോകുന്നില്ല, വെയിൽ കൊള്ളുന്നില്ല, വിയർക്കുന്നില്ല, കാർ ടു കാർപ്പറ്റ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് കൊഴുപ്പടിയാനുള്ള സാധ്യത കൂടുതലാണ്. ഉറക്കം ശരിയാവുന്നില്ല, സ്ട്രെസ് അമിതമായിട്ട് കൂടുതലാണ്, ഭക്ഷണം സമയത്ത് കഴിക്കുന്നില്ല, ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഇല്ലാതെ നമുക്കൊരു ഭക്ഷണം വരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ലഹരി, മദ്യപാനം, MDM പോലെയുള്ള ലഹരി വസ്തുക്കൾ, പുകവലി, ഇതൊക്കെ അമിതമായിട്ട് കൂടുകയാണ്. മനസ്സിലേക്ക് ഹാപ്പിനെസ് എവിടെയും വരുന്നില്ല, ഫ്രഷ് എയർ കിട്ടുന്നില്ല. അത്തരം കാര്യങ്ങളിലുള്ള ജീവിതശൈലി കാരണത്താൽ കൊഴുപ്പടിഞ്ഞ് ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ ബാധിച്ച് ജീവിതശൈലിയിലെ ഈ മാറ്റങ്ങൾ ഹാർട്ട് അറ്റാക്കിലേക്ക് എത്തിക്കുകയാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത 5 ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യം ഉപയോഗിച്ച എണ്ണയിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന എണ്ണയാണ് പരമാവധി ഒഴിവാക്കേണ്ടത്. രണ്ടാമത്തത് ലിമിറ്റിൽ കഴിഞ്ഞിട്ടുള്ള റെഡ് മീറ്റിൻ്റെ ഉപയോഗം. പോത്ത്, പോർക്ക്, ഇത്തരത്തിലുള്ള മീറ്റ് അമിതമായിട്ട് ഉപയോഗിക്കുന്നത്. എണ്ണമെഴുക്കും എണ്ണക്കൊഴുപ്പും ഫാറ്റി ആയിട്ടുള്ളതും കൃത്രിമ കളർ ചേർത്തിട്ടുള്ളതുമായിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ബേക്കറി പലഹാരങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ പരമാവധി ഒഴിവാക്കുക. അമിതമായിട്ടുള്ള മധുരം ചേർത്തിട്ടുള്ള, പ്രത്യേകിച്ച് വില കുറഞ്ഞിട്ടുള്ള മധുരം ചേർത്തിട്ടുള്ള ബേക്കറികൾ, പേസ്ട്രികൾ, ഇത് ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. മദ്യം, മദ്യപാനം പോലെയുള്ള സംഗതികൾ പൂർണ്ണമായിട്ടും വർജിക്കുകയാണ് വേണ്ടത്. ഹൃദയത്തിന് ശക്തി നൽകുന്ന 5 ഭക്ഷണങ്ങൾ പറഞ്ഞു തരുമോ? ഏറ്റവും ആദ്യം സലാഡുകൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്. ഈ ഫ്രൂട്ട്സിൽ കൊളസ്ട്രോൾ 0 ആണ്. അതുകൊണ്ട് തന്നെ ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക് ധൈര്യമായിട്ട് എടുക്കുന്നതിലൂടെ ഹാർട്ടിൻ്റെ പവർ കൂട്ടിയെടുക്കാൻ കഴിയും. രണ്ടാമത്തത് ഓട്സ്, അതുപോലെ തന്നെ രാഗി പോലെയുള്ള തവിടുള്ള ധാന്യങ്ങൾ നല്ലതാണ്. മൈദയും പോളിഷ് ചെയ്തിട്ടുള്ള അരിയും ഒഴിവാക്കുന്നതാണ് നല്ലത്. മൂന്നാമത്തത് ഒലീവ് നല്ലതാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മളുടെ നാട്ടിലുള്ള വെള്ളുള്ളിയും അതുപോലെ തന്നെ മഞ്ഞളും ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് വളരെ ഏറെ ഗുണം ചെയ്യുന്നതാണ്. നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന മത്തി മത്സ്യം, അതിൽ omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്. മത്തി, അയല, ചൂര ഇവയിലൊക്കെ ഉള്ള omega-3 ഫാറ്റി ആസിഡ് കൊളസ്ട്രോൾ ഇല്ലാതെയാക്കി ഹാർട്ടിൻ്റെ ആരോഗ്യം വളരെ നല്ലതാക്കാൻ നല്ലതാണ്. അവക്കാഡോ, ബദാം, ഇത്തരം സംഗതികളും ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്.